മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന 4833 വചനം അവിടുന്ന് പറയണം അർറജുലു അലാ ദീനി ഖലീലിഹി. ഏതൊരാളും തൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും സഞ്ചരിക്കുക. മയക്കുമരുന്നുകാരനാണോ ഇവനും മയക്കുമരുന്നാവും, സിനിമക്കാരനാണോ ഇവനും സിനിമക്കാരനാവും, ധൂർത്തനാണോ ഇവനും ധൂർത്തനായിരിക്കും. അതുകൊണ്ട് ആരോട് കൂട്ടുകൂടണമെന്ന് ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കട്ടെ എന്ന് മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് അൽ ഫുർഖാനിന്റെ 27, 28, 29 വചനങ്ങൾ വളരെയേറെ ഈ സന്ദർഭത്തിനോട് യോജിച്ചതാണ്. നമ്മൾ ഒച്ചാനിച്ച് നിൽക്കുമ്പോൾ മാനം കെടുമ്പോൾ എന്ന് പോകുമ്പോൾ അങ്ങനെ കൈയടിക്കല് ഒരു ജാതി ജാള്യത്തിൽ രണ്ട് കൈയും കടിക്കുന്ന ഒരു ദിവസം വരുന്നു. ഖുർആൻ പറയാണ് രണ്ട് കൈയിലും കടിച്ചുകൊണ്ടിരിക്കും. അള്ളാന്റെ റസൂൽ ഒരു കാണിച്ചു തന്നത് പ്രകാരം തന്റെ ജീവിതം ക്രമീകരിച്ചാൽ എത്ര സുഭഗമായിരുന്നു എന്ന് അവൻ വിചാരിക്കും, എത്ര നന്നായിരുന്നു എന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കും. യാ ഹസ്രത്ത, എന്തൊരു പരാജയം! യാ വൈലത്ത, എന്തൊരു പരാജയം! എന്തോ ഒരു നഷ്ടം! എന്റെ ജീവിതം തീർന്നു പോയല്ലോ. ലൈതനി ലമ്മത്തഖിദ് ഖലീലൻ ഫുലാനൻ ഖലീല. ഇന്നയാളെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. അത് വിലപിക്കും രണ്ട് കൈയും കടിച്ചിട്ട്. ഇന്നയാളെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. നന്മയെ തൊട്ടവൻ എന്നെ തിരിച്ചു കളഞ്ഞു. നന്മ എന്തെന്ന് എനിക്ക് ബോധ്യമായതിന് ശേഷം മദ്രസന്ന് പഠിച്ചിരുന്നു. പക്ഷെ MDMA കൂട്ടുകാരൻ വെച്ച് നീട്ടിയപ്പോൾ തിരസ്കരിക്കാനോ നോ പറയാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഞാനും MDMAയുടെ ആളായി തീർന്നു. പിന്നെ ഞാൻ മനുഷ്യനല്ലാതായി മാറി. നന്മകളിലേക്കൊന്നും പിന്നെ ഞാൻ വരാതെയായി. അവസാനം എനിക്ക് മരണമെത്തി. ഞാനെങ്ങനെ ദുർബലനായിരിക്കെ, ഞാനെങ്ങനെ അന്നത്തെ സാമൂഹികമായ എല്ലാ വൃത്തികേടുകളിലും അഭിരമിച്ചു കൊണ്ടിരിക്കെ എനിക്ക് മരണം എത്തിച്ചേർന്നു. പിന്നെ പിന്തിരിയാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. അപ്പൊ നമ്മൾ ഷെയർ കൂടുന്നത് ആരോടാന്ന് വിചാരിക്കണം, നമ്മൾ കൂട്ടുകൂടുന്നത് ആരോടാന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.